പെരുന്നാ പൈസ ഉണ്ട്. ഇതിന്റെ ഒരു നസീബ് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാ മാസവും 1-ാം തീയതി നമ്മുടെ 2 ചാനലിന്റെയും ഗുഡ് സപ്പോർട്ടേഴ്സിനെ തെരഞ്ഞെടുത്തിട്ട് അവർക്ക് ഒരു ചെറിയൊരു ഉപഹാരം കൊടുക്കാറുണ്ട്. എന്തോ കുരുത്തമായിട്ട് ഇപ്രാവശ്യം 31-ാം തീയതി പെരുന്നാൾ വന്നു. അതായത് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതിന്റെ തലേ ദിവസം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാൻ, അത് വല്ല 16-ാം തീയതി 17-ാം തീയതിയാണ് പെരുന്നാൾ വരുന്നുണ്ടെങ്കിൽ എനിക്ക് 2 ചെലവായില്ലേ. ഇതാകുമ്പോ ആ ഗിഫ്റ്റിന്റെ പേരും പറഞ്ഞു കണ്ടിട്ട് പെരുന്നാൾ പൈസ കൊടുക്കാല. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മളെ കഴിഞ്ഞ മാസത്തെ ഗുഡ് സപ്പോർട്ടേഴ്സ് ആരാന്ന് പറയുന്നതിന് മുന്നേ ഒരു കാര്യം ഓർമ്മപ്പെടുത്താണ്ട്, എന്റെ വല്യമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, തിന്നാ ഇല്ലാതാകുമ്പോ അവനാന്റെ ചെറിമത്തെ വരെ നമ്മൾ തോണ്ടി തിന്നു എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾക്കൊക്കെ ഇപ്പൊ വീഡിയോ അങ്ങോട്ട് കാണുക, ചിരിക്കുക, അങ്ങോട്ട് പോവുക അല്ലേ. എന്നാ ചിരിച്ചത് എന്തിനാന്ന് അവിടെ എഴുതാന്നുണ്ടെങ്കിൽ എനിക്കും ചിരിച്ചൂടെ? ഒരു മുളക് അടിയണ നേരല്ലേ വേണ്ടിയുള്ള ഒരു കമന്റ് ഇടാൻ. വന്ന വയ്യ മറക്കരുതിട്ടാ. എന്താണെങ്കിലും നമ്മുടെ ഫസ്റ്റ് ചാനലിലെ വിന്നറായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ള ഈ വ്യക്തിയാണ്. സെക്കൻഡ് ചാനലിൽ നിന്ന് ഈ വ്യക്തിയാണ്. അപ്പം ഇൻസ്റ്റഗ്രാം വഴിയോ ഇമെയിൽ ID വഴിയോ എന്നെ കോണ്ടാക്ട് ചെയ്യുക. ആ അർഹതപ്പെട്ട ഉപഹാരം കൈപ്പറ്റുക. കമന്റ് ഒക്കെ ചെയ്യുവായി. അതേപോലെ തന്നെ എന്റെ ലൈക്ക് ബട്ടനും എന്തോ പ്രശ്നം. പിന്നെ ആവിയായി പോണതാവും. ഒന്ന് എന്റെ വിരലെടുത്ത് നെക്കാൻ വരെ മടിയുള്ള ഒരു മനുഷ്യന്മാര്.